പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നൂറ്റാണ്ടിൻ്റെ വിള എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സസ്യമുണ്ട്, ജാതി. ജാതിക്കയ്ക്ക് ഇന്ന് ന്യായമായ വിലയുണ്ട്. ജാതിക്ക് 100 ആണ്ടിൻ്റെ ആയുസ്സുമുണ്ട്. ജാതിക്കായിൽ അത്യുൽപാദന ശേഷിയുള്ള ഒരിനം വികസിപ്പിച്ചെടുത്ത കർഷകനാണ് അടുത്തതായി ഈ പ്രതിഭാസംഗമ വേദിയിലേക്ക് എത്തുന്നത്. ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത കൊച്ചുകുടി എന്ന ഇനം ജാതി. കൊച്ചുകുടി ഈ ഇനത്തിൻ്റെ കായ്ക്ക് നാടൻ കായേക്കാൾ ഇരട്ടി ഭാരമുണ്ട്. തൈ നട്ട് 3-ാം വർഷം കായ്ച്ചു തുടങ്ങും. എന്ന് മാത്രമല്ല, ഈ അവാർഡ് നേടിയ ഈ കർഷകൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് ദേശീയ അവാർഡടക്കം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുവാനും കൊച്ചുകുടി ഇനത്തിന് കഴിഞ്ഞു. കൊച്ചുകുടി ഇനത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ ജോസ് മാത്യു, അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. എറണാകുളം സ്വദേശിയാണ് ശ്രീ ജോസ് മാത്യു. എറണാകുളം ജില്ലയിലെ കലൂർ സ്വദേശിയായ ജോസ് മാത്യു എന്ന കർഷക പ്രതിഭയുടെ കണ്ടെത്തലാണ് കൊച്ചുകുടി വെറൈറ്റി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ജാതിമരം. പരമ്പരാഗത ജാതി വൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പല പ്രത്യേകതകളും തന്റെ ഈ പുതിയ സൃഷ്ടിക്കുണ്ടെന്ന് ശ്രീ ജോസ് മാത്യു പറയുന്നു. സാധാരണ ജാതിക്ക 1 കിലോ തൂക്കം കിട്ടണമെങ്കിൽ 140 കായ്കൾ വരെ വേണ്ടിവരും. പക്ഷേ കൊച്ചുകുടി ജാതിക്ക 70 മുതൽ 80 എണ്ണം വരെ മതിയാകും. ആയിരം നാടൻ ജാതിപത്രിയുടെ ഭാരം വെറും 350 കൊച്ചുകുടി ജാതിപത്രിക്കുണ്ടെന്ന് ശ്രീ ജോസ് മാത്യു അഭിപ്രായപ്പെട്ടു. മൂന്നാം വർഷം തന്നെ കായ്ച്ചു തുടങ്ങും എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചുകുടി ഇനം ജാതിയുടെ സംരക്ഷണത്തിനും പരിപോഷണത്തിനുമുള്ള സാർത്ഥകമായ പരിശ്രമം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം ജോസ് മാത്യുവിനെ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. കൊച്ചുകുടി എന്നുള്ള ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. എന്താണ് ആ കൊച്ചുകുടി? എൻ്റെ വീട്ടുപേരാണ് കൊച്ചുകുടി എന്നുള്ളത്, അതിൽ അറിയപ്പെടുന്നു. നമുക്ക് വിദഗ്ധ പാനലിലേക്ക് പോവാം. ദേശീയ തലത്തിൽ തന്നെ പ്രൊട്ടക്ഷൻ പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി രൂപീകരിച്ചിട്ട് ആദ്യം 2005 അവാർഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കേരളത്തിൽ പൊക്കാളി നെല്ലിനോടൊപ്പം അവാർഡ് കിട്ടിയ ഒരാളാണ് കൊച്ചുകുടി ജോസ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ എറണാകുളം തൃശ്ശൂർ ജില്ലയിൽ പണം കായ്ക്കുന്ന മരം എന്നറിയപ്പെടുന്ന പണം കായ്ക്കുന്ന ജാതി മരത്തിലെ ഏറ്റവും നല്ല ഇനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നാട്ടിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് 95% ഇന്ത്യയിൽ ജാതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൽ, അതിൽ 90% ഉൽപ്പാദിപ്പിക്കുന്ന എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ പെരിയാറിൻ്റെ തീരത്ത്. എല്ലാവർക്കും ഇത് കിട്ടാൻ എന്താ വഴി? അതിന് താങ്കളെ ഒരു കുത്തകയായി വെച്ച്, ഞാനൊരു കുസൃതി ചോദ്യം, ഇത് കുത്തകയായി വെച്ചുകൊണ്ടിരിക്കാതെ നാട്ടിലെല്ലാവർക്കും ഇത് കിട്ടാൻ എന്താണ് നടപടി? കുത്തകയല്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു കുഴപ്പം എന്നാ വെച്ചാൽ ഈ ജാതി നഴ്സറിയിൽ നമുക്ക് അത്രയും ബഡ്വുഡ് അവൈലബിൾ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രായമായ 350 മരങ്ങളുണ്ട് ഈ കൊച്ചുകുടി ഇനം വെറൈറ്റി തന്നെ. പക്ഷെ അതിൽ നിന്ന് പോലും നമുക്കൊരു 10,000 അല്ലെങ്കിൽ 15,000 ബഡ്വുഡേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ആ 20,000 തൈ ബഡ് ചെയ്താൽ പോലും അതിലൊരു 10,000 തൈയെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ബഡ് പിടിച്ച് കിട്ടുന്നതും ഒക്കെ ആയിട്ട്. അന്നേരം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. ഈ എൻ്റെ ഞങ്ങളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഒരു 4,000-5,000 മരങ്ങൾ ഈ വെറൈറ്റി കായ്ക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഈ
കലൂരത്തെ ജാതിക്കായ്ക്ക് 20 തൊട്ട് 30 രൂപ വരെ മാർക്കറ്റിൽ വില കൂടുതലുണ്ട്. ഞാൻ കുസൃതി രൂപത്തിൽ ചോദിച്ചു എന്നല്ല, പക്ഷേ ഈ ജാതി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജാതി ഇനമായി മാറിയിട്ടുണ്ട്. അതിന് പേറ്റന്റ് ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഇത് വ്യാപിപ്പിക്കണം നമുക്ക്. വ്യാപിപ്പിക്കണം, തീർച്ചയായിട്ടും. പുതിയ പുതിയ നഴ്സറികൾ തുടങ്ങാൻ സാധ്യതയുണ്ടോ ഇനി? അത് നമുക്ക് ഇതിൻ്റെ ബഡ്വുഡിൻ്റെ അവൈലബിലിറ്റിയാണ് പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഞാൻ ചെയ്യാവുന്നതിൻ്റെ എൻ്റെ ഒരു മാക്സിമത്തിൽ ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃഷിക്കാർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 300 മരമൊക്കെ കായ്ച്ച ഒരാളുണ്ട്, ഒരു 8 വർഷം പ്രായമായ അയാൾക്കൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 4 ടൺ 5 ടൺ കാ മാത്രമുണ്ട്. അത്ര നന്നായിട്ട് ഉൽപ്പാദനം അതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ താങ്കൾ സമീപിക്കുകയോ അല്ലെങ്കിൽ അവർ താങ്കളെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധ്യതകൾ എന്താണ്? ഉണ്ട്. അവർ എപ്പോഴും എൻ്റെ അടുക്ക വരാറുണ്ട്. കൃഷി വകുപ്പും കൃഷി വിജ്ഞാന കേന്ദ്രം എല്ലാം എൻ്റെ അടുക്ക വരാറുണ്ട്. അവർക്ക് ഈ തൈകൾ വേണമെന്ന് പലപ്പോഴും പറയും. പക്ഷേ എനിക്ക് അത്രയും തൈകൾ ഒരിക്കലും അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ശാസ്ത്രം വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താങ്കളിൽ നിന്ന് ഈ ഒരു തൈ കൊണ്ടുപോയി അത് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിൽ വിജയിച്ചാൽ എന്തായിരിക്കും പരിസ്ഥിതി? അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സാർ, നമ്മളിപ്പോഴും ഈ കൃഷി ആക്ച്വലി നമ്മളിങ്ങനെ മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും ഇത് ചെയ്യുന്നത്. നമ്മൾ ഇന്നൊരു അൾട്രാ ഹൈടെക് പ്ലാന്റിങ്ങിലേക്ക് നമ്മൾ കടക്കണം. അതായത് ബ്രാഞ്ച് 2 അടി അകലത്തിൽ കുഴിച്ചു വെച്ച് തുറസായതിൽ നെറ്റിട്ട് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ഓരോ കമ്പ് മുകളിലേക്ക് പിടിച്ച് കെട്ടണം. സാറിന് മനസ്സിലായോ? ഒരു ഏക്കറിൽ ഒരു 2500 തൈ നിൽക്കും. അതായത് നമ്മൾ 2 അടി 3 അടിക്ക് ബ്രാഞ്ച് കുഴിച്ചു വെച്ച് പോവാം, ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. താങ്കൾക്ക് ഒരു കാര്യം കൂടെ, തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ വർഷം അവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് 1 കോടിയാണ്. 1 കോടി. ഈ രീതിയിൽ ജാതി പ്ലാന്റ് ചെയ്താൽ അതിൻ്റെ കായകൾ മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എനിക്ക് എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ജർമ്മൻ വന്നാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ക്ലയൻ്റാണ്. അയാൾ 4 വർഷം മുമ്പാണ് എന്നെ സമീപിച്ചത്. അയാൾക്ക് അഫ്ലോടോക്സിൻ ഫ്രീ ജാതിക്ക വേണമായിരുന്നു. അന്നേരം അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പച്ച ജാതിക്ക, എൻ്റെ ഒരു നെറ്റിലെ ഒരു ഇത് കണ്ട് പച്ച ജാതിക്ക വേണമെന്ന് പറഞ്ഞ് അയാൾ എന്നെ സമീപിക്കുക ചെയ്ത്. എന്നിട്ട് അയാളുടെ ഒരു ഏജൻറ്റിനെ വെച്ച് ഇന്ന് ഈ കലൂര്, കോതമംഗലം, കലൂർക്കാട്, മൂവാറ്റുപുഴ പ്രദേശങ്ങളിലെ ജാതിക്ക മുഴുവൻ പച്ചയ്ക്ക് കളക്ട് ചെയ്യുകയാണ്. ആദ്യത്തെ വർഷം 80 ടൺ അവർ ചെയ്തിരുന്നത്. സെക്കൻഡ് ഇയറിൽ അവർ 200 ടൺ ചെയ്തു. ഈ ലാസ്റ്റ് ഇയറിൽ 480 ടൺ ജാതിക്ക കയറ്റി. അന്നേരം അതിൻ്റെ ഒരു കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂടുതലാണ് യൂറോപ്പിൽ. അന്നേരം അവരുടെ ഈ സോസേജ് പോലുള്ള സാധനങ്ങളിൽ ഇതിൻ്റെ പൊടി ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുക. ഇത്ര ടൺ മീറ്റിൻ്റെ കൂടെ. താങ്കൾ പറയുന്നത് ഇത് നമ്മൾ കോടിക്കണക്കിന് നട്ടാലും പിന്നെ സാറ് എന്നെ എത്രയോ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. 18 വയസ്സിൽ സാറിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ. അല്ലല്ല, അന്നേരം ചോദിച്ചാൽ ഞാൻ 2 കാര്യങ്ങളാണ് എന്നെ അലട്ടുന്നത്. ഒന്ന്, ഇതിൽ ടിഷ്യൂ കൾച്ചർ കടന്നു വന്നാൽ എങ്ങനെയിരിക്കും? രണ്ടാമത്തത്, കോടിക്കണക്കിന് മരങ്ങൾ നട്ടാൽ എന്താണ് സംഭവിക്കുക? സാറേ, സ്പൈസസ് ആണ്. ഇതിന് വിപണി കിട്ടുമോ? ഇത് 2 മേഖലയിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട് ശുഭകരമാണെങ്കിൽ ഇത് വളരെ ടിഷ്യൂ കൾച്ചർ വെറൈറ്റി നമുക്ക് ജാതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ഷൻ കൂടും കണ്ടമാനം. പക്ഷേ സാറേ, സ്പൈസസ് നമ്മൾ അടുപ്പിച്ച് വെച്ച് ഒരു ഹൈടെക് ഫാമിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതുപോലെ രോഗങ്ങളുണ്ട്. ഇതിൻ്റെ വില ഇടിഞ്ഞു പോകുന്ന ദിവസം ഈ കുഴിച്ചു വെച്ച കൃഷിക്കാരിൽ 10% അപ്പം ഇതിൽ നിന്ന് പിൻവാങ്ങും. ആ ചെടികൾ അപ്പം തന്നെ നശിച്ചു പോകും. പിന്നെ നമ്മൾ ഈ പട്ടണങ്ങളുടെ വളർച്ച, ആക്ച്വലി കാലടി, പെരുമ്പാവൂർ മേഖലകളിലാണ് ഈ ജാതി കൃഷി വളരെ നന്നായിട്ട് തന്നിരുന്നത്. ഇപ്പം എല്ലാവരും വീട് വെക്കാനായിട്ട് സ്ഥലം മേടിക്കുമ്പോൾ 10 ജാതി മുറിച്ചു കളയും. ജാതിക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്നതിന് 8 മീറ്റർ തമ്മിലകലാണ്. അകലമില്ലാത്ത ഏറ്റവും അന്തരീക്ഷ ആർദ്രത കൂടിയ കേരളത്തിൽ ഇതിന്റെ വിളവെടുപ്പ് മഴക്കാലത്താണ്, ജൂൺ ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കനത്ത വിളനാശം ജാതിക്കുണ്ടായത്. അങ്ങയുടെ ഈ മരങ്ങൾ ദത്തെടുക്കുന്നതിന് നമ്മുടെ കൃഷി വകുപ്പ് എത്തിയാൽ, പ്രത്യേകിച്ച് ബഡ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുകയാണെങ്കിൽ അങ്ങ് എന്ത് വിലയിടും? സാർ, ഞാനിപ്പോൾ കൊടുക്കുന്ന തൈകൾ, അതായത് ഇപ്പോൾ ഞാൻ 2 രീതിയിലുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കാട്ടുജാതി തൈകളും നാടൻ ജാതികളിൽ ബഡ് ചെയ്തത്. കാട്ടുജാതി തൈകൾക്ക് ഞാൻ 500 രൂപയും നാടൻ ജാതി തൈകൾക്ക് ഞാൻ 850 രൂപയും വെച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ സാറേ, ഞാനൊരു കാര്യം പറയാം, കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് തൈകൾ കൊടുക്കരുത്. കാര്യം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ 350 മരം വെച്ചിരുന്ന മരങ്ങൾ ഇപ്പോൾ 8-10 വർഷമാകുന്നു. അതിൽ 80 മരം നഷ്ടപ്പെട്ടു പോയി. അതായത് ഇതിൻ്റെ ബഡ് ജോയിൻറ്റ് വലുതായിട്ട് അതിൽ നിന്നൊരു കറ ഒലിച്ച് ഈ ലീഫ് പോയി ആ മരം നശിച്ചു പോകുന്നു. ഓക്കെ സാർ, താങ്ക് യു.
ഉപയോഗശൂന്യമായ ഇഷ്ടിക കളത്തിലും പാറക്കോറികളിലുമൊക്കെ പ്രത്യേകതരം മത്സ്യത്തെ വളർത്തുന്ന കർഷകനാണ് ശ്രീ ബി കിരൺ. അദ്ദേഹം ഈ മത്സ്യം വളർത്തൽ നമ്മുടെ ഒരു പോഷക സുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷിതത്വത്തിനൊപ്പം ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു പാത കൂടി മത്സ്യം വളർത്തലിലൂടെ തുറന്നിട്ടിരിക്കുകയാണ് ശ്രീ വി കിരൺ. ആ ദൃശ്യങ്ങൾ കാണാം. ഉപയോഗശൂന്യമായ പാറക്കുളങ്ങളിലും ഇഷ്ടികക്കുളങ്ങളിലും മത്സ്യകൃഷി നടത്തി വിജയം വരിക്കുകയാണ് ആലപ്പുഴ ഉടശനാട് സ്വദേശി വി കിരൺ എന്ന ചെറുപ്പക്കാരൻ. നിലവിൽ 3 സ്ഥലങ്ങളിലായി 20 ഏക്കറിലാണ് കിരൺ മത്സ്യകൃഷി നടത്തിയിട്ടുള്ളത്. മറ്റു ജലജീവികളെ ഉപദ്രവിക്കാത്ത മലേഷ്യൻ മാള എന്ന മത്സ്യത്തെയാണ് ഇയാൾ വളർത്തുന്നത്. ഹോട്ടലുകളിൽ നിന്നും പൗൾട്രി ഫാമുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വേവിച്ച് മത്സ്യങ്ങൾക്ക് തീറ്റയായി നൽകി വരുന്നു. അങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്തും കിരൺ ഒരു മാതൃകയായി മാറുന്നു. കിരൺ, ഇത് മലേഷ്യൻ വാള എന്ന് പറയുമ്പോൾ പങ്കേഷ്യസ്. പക്ഷേ ഈ മത്സ്യത്തെ ഫിഷറീസ് വകുപ്പ് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാനിപ്പോഴും അതിനെപ്പറ്റി പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പത്മകുമാർ സാറിനോട് ചോദിക്കും. അല്ലേ, ആ മത്സ്യത്തെ ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള മത്സ്യമാണ്. ഞാൻ കിരണിൻ്റെ ഫാമിൽ പലവട്ടം പോയിട്ടുള്ള ആളാണ്. പലർക്കും പാഠമാകേണ്ട രീതിയിലുള്ള മത്സ്യം നമ്മൾ ആഹാരത്തിനും ആദായത്തിനും എന്ന് പറയും, അല്ലെങ്കിൽ അലങ്കാരത്തിനും എന്ന് പറയും. ഇതിനപ്പുറം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിനിയോഗിക്കാമെന്നുള്ളതാണ്. സവിശേഷമായിട്ട് കിരൺ, കണ്ണൻ എന്നാണ് അദ്ദേഹത്തെ നാട്ടിലൊക്കെ അറിയപ്പെടുക. കണ്ണൻ ഏതാണ്ട് പുനലൂർ മുതൽ ചെങ്ങന്നൂർ വരെയുള്ള സർവ്വ ഹോട്ടലുകളിലെയും മാലിന്യം ശേഖരിച്ച് ദിവസം 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടുന്ന ആളുകൂടെയാണ് കണ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കണ്ണൻ്റെ ആ കൃഷി രീതിയെപ്പറ്റി സ്വയം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. നമ്മൾ ഈ മലേഷ്യൻ വാള എന്ന് പറയുമ്പോഴേ വേസ്റ്റ് തിന്നോളും. അപ്പോൾ നമ്മൾ ഈ മാലിന്യം ഒതുങ്ങുകയും ചെയ്യും, പിന്നെ നല്ലൊരു മീറ്റാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ഈ പാറക്കെട്ടോ ഈ നമ്മുടെ ഈ ചെളിയെടുത്ത ഏരിയകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടിയാലേ നമ്മുടെ ഈ വിളപ്പിശാലയും കിനാലൂരും ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. കാരണം ഈ ഇതിന് എത്ര രൂപ കിട്ടും? ഈ മീനിൻ്റെ വില അതൊരു വലിയ വിഷയം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ന്യായമായ വില ഇല്ലല്ലോ. ഇതിന് ഇപ്പോൾ നിലവിലുള്ള വില 50 രൂപയാണ്. 50 രൂപ മുതലാകുന്നുമില്ല. ശരി, ഇത് എവിടെയാണ് ഇതിൻ്റെ മാർക്കറ്റ്? ഇത് ബാംഗ്ലൂർ, തമിഴ്നാട്, ഈ ലോക്കൽ ഏരിയയിൽ തന്നെ പോകുന്നു. ഒരുപാട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ണൻ എവിടുന്നാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കും? ഞാൻ ആലപ്പുഴ തന്നെ ഇതിൻ്റെ ഏജൻസി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. എത്ര മാസം കൊണ്ട് ഇത് വളരും? കറക്റ്റ് 1 വർഷം കഴിയുമ്പോൾ തൊട്ട് എടുക്കും. അന്നേരം എത്ര കിലോ വരും? ഒരു 1/2 കിലോ തൊട്ട് 5 കിലോ വരെ ഉള്ളതാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഈ മാലിന്യമൊക്കെ കൊണ്ടുവന്ന് തന്നെ വേവിക്കാറുണ്ട്? ഇല്ലില്ല, അത് ഡയറക്റ്റ് ചെയ്യും. ഡയറക്റ്റ് കൊടുക്കും. ചിക്കൻ കടയിലെ ബോയിൽ ചെയ്യും. അത് വേവിക്കും? അത് വേവിക്കും. എന്തിനാ അത് വേവിക്കും? പൊല്യൂഷൻ ഇല്ലാതിരിക്കാം, പെട്ടെന്ന് കഴിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. ഈ എപ്പോഴാണ് ഈ മാലിന്യം ഈ കുളങ്ങളിലെ ഇഷ്ടിക കളങ്ങളിലൊക്കെ ഇടുന്നത്? ഏത് സമയമുണ്ടോ? അതൊരു 4 മണി, വെളുപ്പിന് 4 മണിയൊക്കെ ആകും. പത്മകുമാർ സാർ പറഞ്ഞ പുനലൂർ മുതലുള്ള വേസ്റ്റ് എടുക്കുന്നുണ്ട്. അവിടം വരെ പോകാറുണ്ടോ? പുനലൂർ മുതൽ കായംകുളത്തിനടുത്ത് വരെയുണ്ട്. ഒരുപാട് ചിക്കൻ കടയും ഹോട്ടലുകളും പോലീസ് ക്യാമ്പ്. മലേഷ്യൻ വാളയാണ് മുഖ്യമായി കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് വില കുറവാണെന്ന് കണ്ണൻ പരിതപിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ മറ്റു അന്യനാടുകളിലും വിലയുള്ള കരിമീൻ പോലെയുള്ള മീനുകളെ എന്താ
കണ്ണൻ വളർത്തി പരീക്ഷിക്കാത്തത്? ഞാൻ കരിമീൻ അത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഈ വെള്ളത്തിൽ ഈ ഓക്സിജൻ്റെ അളവൊക്കെ കുറയുന്ന സമയത്ത് കരിമീനൊക്കെ ഒരുപാട് ചത്തുപോയിട്ടുണ്ട്. ഇതിന് ഈ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ജീവിച്ചു പോയിക്കോളൂ. പത്മകുമാർ സാറിൻ്റെ ഉപദേശത്തിലാണോ ഇത് നടത്തുന്നത്? തീർച്ചയായിട്ടും. കണ്ണൻ്റെ കൃഷിരീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും ഞെട്ടും. കാരണം 40x40 സ്ക്വയർ മീറ്ററുള്ള ഒരു പാറമടയിൽ അദ്ദേഹം സംഭരിക്കുന്നത് 2 ലക്ഷം കുഞ്ഞുങ്ങളെയാണ്. അത് സാധാരണ സർവ്വ കണക്കുകളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ്. ഒരു ദിവസം ശരാശരി 2 ടൺ മത്സ്യം പിടിക്കുന്ന ആളാണ് കണ്ണൻ കുളത്തിൽ നിന്ന്. അപ്പോൾ 2 50 രൂപയില്ലേ വില കിലോ? അത് നോക്കണം. അല്ല സാറേ, ഞാൻ ഈ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നിടത്ത് പ്രശ്നം, കൊണ്ട് ഇടുന്നിടത്ത് പ്രശ്നം, ഈ മേഖലയിൽ തൊഴിലാളിയെ കിട്ടുന്നില്ല. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഏതോ വലിയ പാവം ചെയ്യുന്ന മാതിരിയാണ്. ഒരു വണ്ടി വേസ്റ്റ് എടുക്കാൻ പോയിട്ട് വരാൻ ലേറ്റാകുമ്പോൾ നമുക്ക് പേടിയാണ്. മൊബൈലിലൂടെ ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് വരില്ല, ഇത് അടിച്ചു പൊട്ടിക്കുക, എടുത്തുകൊണ്ട് പോകും. നമ്മളിപ്പോൾ ഒരു തലമുടി വെട്ടിയിട്ട് ആ മുടി എടുക്കാൻ പാടുപെടുന്നവരാ. സദാചാര പോലീസാ. അതെ അതെ. ഇത് കൊണ്ടുപോകുമ്പോൾ പിരു ഞങ്ങൾക്ക് 50,000 10,000 ഇത് എവിടെ നിന്ന് കൊടുക്കണം? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഭയങ്കര പ്രശ്നമാണ് ഇത്. ഇവിടെ ഇത് ചെയ്യാൻ താല്പര്യപ്പെട്ട ആരെങ്കിലും വന്നാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ? നൽകാൻ ഉപദേശം എന്ന് പറയുമ്പോഴേ കേരളം ഇതിന് യോജിച്ചതാണോ എന്ന് എനിക്ക് സംശയമാണ്. എന്നിട്ട് കണ്ണം പിടിച്ചിരിക്കുന്നു. അല്ല, വേറെ ഗതിയില്ലാതെ ചെയ്തു പോയില്ലയോ? ആണോ? ഇപ്പം കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, ഇത്രയും പണം മുടക്കിയിട്ട്. വേറെ ആരും ഈ രംഗത്തേക്ക് വരരുത്. ഇവിടം സ്വർഗമാണെന്ന് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്. ഞാൻ എപ്പോഴും ആ കാര്യങ്ങളാണ് ഓർക്കാറുള്ളത്. കാരണം ഒരു ചെറുപ്പക്കാർ വന്ന് ഇത്രയേറെ ടെൻഷൻ എന്തിനാണ് പിടിക്കുന്നത്? ജീവിച്ചാൽ മതിയല്ലോ, അല്ലേ? നമുക്ക് സപ്പോർട്ട് കിട്ടണം. ഇതതില്ല, ആര് കണ്ടാലും വാടയാന്ന് പറയാനേ ഉള്ളൂ. അത് കണ്ണന് സുഖമാണോ? അങ്ങനെ ജോലിക്കാരുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട്? കടമൊക്കെ തീർന്നോ? ഇതല്ല, ഭയങ്കര വാടയാ. ഇത് മാത്രമേ ഉള്ളൂ. ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. യുവജനങ്ങൾ കൃഷിയിലേക്ക് വരുന്നില്ല എന്ന് പരാതിപ്പെടുന്ന കാലത്ത് അങ്ങൊരു വലിയ വ്യത്യസ്തനായ യുവാവാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ പിടിച്ചു നിൽക്കുന്നതിനും നമ്മുടെ ഈ സിസ്റ്റത്തിനുള്ളിൽ താങ്കൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഈ രംഗം വിടാതെ കൃഷി മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന താങ്കൾക്ക് അനുമോദനങ്ങൾ. ഒരു ദിവസം എത്ര മണിക്കൂർ അധ്വാനമുണ്ട്? ഞങ്ങളെപ്പോലുള്ളവരെ ഒരു സമയവും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് അന്നത്തെ സാഹചര്യങ്ങളാണ്. മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാകുമ്പോൾ ചിലപ്പോൾ നടക്കും. രാത്രി 1 മണിക്കായിരിക്കും 10 മീൻ ചത്ത് കിടക്കുന്നു, ഉടനെ ചെന്ന് പറക്കണം. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ പറയും മീനിന് രോഗം വന്നു, ഞങ്ങൾക്ക് രോഗം വരും. അപ്പോൾ അവിടെ പ്രശ്നം. അവിടെ പഞ്ചായത്ത് മെമ്പർ വരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നു എന്ന് വേണ്ട, നമ്മളെ അവിടെ ഇട്ട് പൊറിപ്പിക്കത്തില്ല. അവിടെയാണ് വിഷയം. കണ്ണൻ എന്തായാലും ഞങ്ങൾക്ക് ഈ വാളയെ പോലെ തന്നെ പൊളഞ്ഞു കളിക്കുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പിടി തന്നിട്ടില്ല. എന്തായാലും ഈ എതിർപ്പുകളെല്ലാം അതിജീവിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ താങ്കൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. KSFE ഭാഗ്യശ്രേയ ചിറ്റുകളിൽ ഉടൻ അംഗമാകൂ. ആകർഷകങ്ങളായ സമ്മാനങ്ങൾ നേടൂ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബാലകൃഷി കോൺഗ്രസ് ജനുവരി 9-10 തീയതികളിൽ തൃശ്ശൂരിൽ. കിഴങ്ങുവർഗ്ഗ വിളകളുടെ സംരക്ഷണത്തിനും വ്യാപനത്തിനും പദ്ധതി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സംസ്ഥാന ബാലകൃഷി കോൺഗ്രസ് ജനുവരി 9-10 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കും. കുട്ടികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക വൃത്തിയുടെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇതിൽ കാർഷിക ചിത്രീകരണ പ്രദർശനം, കൃഷി ശാസ്ത്രജ്ഞരുമായിട്ടുള്ള സംവാദം, കൃഷി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടൽ, കുട്ടികളുടെ നൂതന കാർഷിക ആശയങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സംഘടിപ്പിക്കും. സംസ്ഥാന കൃഷി വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, അഗ്രി ഫ്രണ്ട്സ്, കൃഷി സാംസ്കാരിക വേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9495 200255 എന്ന നമ്പറിൽ വിളിക്കുക. കൊട്ടാര കൃഷി വിജ്ഞാന കേന്ദ്രം വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജൈവ ഉൽപ്പന്ന ഉപാധികളുടെ നിർമ്മാണം, പഴം പച്ചക്കറി സംസ്കരണത്തിൽ അനുവർത്തിക്കാവുന്ന അതിനൂതന മാർഗങ്ങളുടെ ആനുകാലിക പ്രസക്തി എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. ഈ ഏകദിന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 0471 266 3599.
വാഴ, ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ മികച്ച ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് ഇപ്പോൾ കൃഷി വകുപ്പിന്റെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററുമായി ബന്ധപ്പെടാം. നേന്ത്രൻ, കദളി, ചുവന്ന കദളി, റോബസ്റ്റ എന്നീ വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ 10 രൂപ നിരക്കിൽ ലഭിക്കും. 10 വാഴ തൈകൾ അടങ്ങിയ ഫ്ലാസ്കിന് 65 രൂപയാണ് നിരക്ക്. 19ഓളം ആന്തൂറിയം ഇനങ്ങളും ടെമാവൈറ്റ്, ടെൻഡ്രോബിയം തുടങ്ങിയ ഓർക്കിഡ് ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കുകളും സെന്ററിൽ നിന്നും ന്യായവിലയ്ക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 4137 39 എന്ന നമ്പറിൽ വിളിക്കുക. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തനത് കിഴങ്ങുവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനും വ്യാപനത്തിനും പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ഓണാട്ടുകരയിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷകർക്ക് കിഴങ്ങുവർഗ്ഗ കൃഷിയെക്കുറിച്ച് പരിശീലനം നൽകുകയും നാടൻ കിഴങ്ങുവർഗ്ഗങ്ങളുടെ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 26, 27 എന്നീ തീയതികളിൽ അലങ്കാര മത്സ്യം വളർത്തലിലും ഡിസംബർ 31 കൂൺ വിത്തുൽപാദനം, മെഴുകുതിരി നിർമ്മാണം എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലനം. വിശദ വിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ലഭിക്കും. അലങ്കാര മത്സ്യം വളർത്തൽ 8086 405476, മറ്റൊരു നമ്പർ 9645 420576. കൂൺ വിത്തുൽപാദനം 8086 405476, മറ്റൊരു നമ്പർ 9645 420575. മെഴുകുതിരി നിർമ്മാണം 8086 405476. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,950 രൂപ, കോഴിക്കോട് 14,200 രൂപ, തൃശൂരിൽ 13,400 രൂപ. കോപ്ര കൊച്ചിയിൽ 8,670 രൂപ, കോഴിക്കോട് 9,700 രൂപ, തൃശൂരിൽ 8,975 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,500 രൂപ, ഗാർബിൾഡ് 69,500 രൂപ. ചുക്ക് മീഡിയം 20,500 രൂപ, ബെസ്റ്റ് 22,500 രൂപ. മഞ്ഞൾ സേലത്ത് 6,900 രൂപ, ഈറോഡിൽ 7,200 രൂപ. അടയ്ക്ക പുതിയത് കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,700 രൂപ, 4 ഗ്രേഡ് 12,000 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,700 രൂപ, 4 ഗ്രേഡ് 12,100 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,950 രൂപ, കൊപ്ര 8,670 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,500 രൂപ, ഗാർബിൾഡ് 69,500 രൂപ. ചുക്ക് മീഡിയം 20,500 രൂപ, ബെസ്റ്റ് 22,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 260-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 470-നും മധ്യേ. ജാതിപത്രി 700-നും 775-നും മധ്യേ. ഗ്രാമ്പു 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,600 രൂപ, 4 ഗ്രേഡ് 12,000 രൂപ. ഒട്ടുപാൽ 7,300 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. രാജ്യത്ത് ഭക്ഷ്യ വില വീണ്ടും ഉയർന്നത് നാളികേര ഉൽപ്പന്നങ്ങളുടെ മികവ് പകരുമെന്ന നിഗമനത്തിലാണ് വ്യാപാരികൾ. സൂര്യകാന്തി, സോയ, പാമോയിൽ വിലകളുടെ മുന്നേറ്റം കണ്ട് മില്ലുകാർ ചരക്ക് നീക്കം കുറച്ചതിനാൽ കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് 200 രൂപ വർദ്ധിച്ച് 14,200 രൂപയായി. ഉത്തരേന്ത്യയിൽ ശൈത്യം ശക്തമാണെങ്കിലും ചുക്കിന് പ്രതീക്ഷിച്ച ഓർഡറുകൾ എത്താഞ്ഞത് ഉൽപ്പന്ന വിലയെ ബാധിച്ചു. വിവിധയിനം ചുക്കിന് 500 രൂപ കുറഞ്ഞ് 20,500-ലും 22,500-ലും ഇടപാടുകൾ നടന്നു. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ ഏലക്ക മികവ് നിലനിർത്തിയെങ്കിലും വാങ്ങൽ താൽപ്പര്യം കുറഞ്ഞു. മികച്ച ഇനം കിലോ 967 രൂപയിലും ശരാശരി ഇനങ്ങൾ 767 രൂപയിലുമാണ് ലേലം കൊണ്ടത്. ക്രിസ്മസിനുള്ള വാങ്ങൽ കഴിഞ്ഞത് ഡിമാൻഡ് മങ്ങാൻ ഇടയായി. റബ്ബർ അവധി നിരക്കുകളുടെ കുതിപ്പ് പക്ഷേ റെഡി മാർക്കറ്റിൽ ഷീറ്റ് വിലയിൽ ദൃശ്യമായില്ല. കൊച്ചി, കോട്ടയം വിപണികളിൽ 4-ാം ഗ്രേഡ് സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ആഭ്യന്തര ആവശ്യം ചുരുങ്ങിയതിനാൽ കുരുമുളക് വിപണി പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഗാർബിൾഡ് കുരുമുളക് 69,500-ൽ രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4 23, കൊച്ചി 32.2 24.6, ആലപ്പുഴ 32.6 24.4, പുനലൂർ 32.5 19.6, തിരുവനന്തപുരം കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.